നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിച്ച് ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു രാജ്യമുണ്ടാക്കണമെന്നാണ് സിഖ് വിഘടനവാദികളുടെ ആഗ്രഹം. അതുപോലെ തന്നെ സമ്പൂർണവും സമഗ്രവുമായ ഒരു കശ്മീർ രാജ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ പിന്തുണയോടെ കാശ്മീർ ഭീകരവാദികളും പരിശ്രമിക്കുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തി ഒരു രാജ്യമാക്കാൻ നിരവധി ഭീകര സംഘടനകൾ അവിടെ പ്രയത്നിക്കുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി ഭാരതത്തിനുണ്ട്. അവർക്കൊക്കെ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടം പോലുമില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അവരവരുടെ രാജ്യത്തിനുള്ളിൽ വിഘടനവാദികൾ ശക്തിപ്പെടുകയും അവർ സ്വതന്ത്ര രാജ്യം എന്ന സങ്കല്പത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ അതാത് രാജ്യങ്ങളിലെ ഭരണകൂടത്തിന് ആരുടെയും ശുപാർശയോ പിന്തുണയോ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ വിഘടനവാദം. അവിടെ പലപ്പോഴും ഭീകരവാദികൾ ഉണ്ടായെന്ന് വരില്ല, കലാപമുണ്ടായെന്ന് വരില്ല. പക്ഷെ വലിയ ജനകീയ സമരങ്ങൾ സ്വതന്ത്ര രാജ്യ സൃഷ്ടിക്ക് വേണ്ടി അവിടെയൊക്കെ രൂപപ്പെടുന്നത് പതിവാണ്. കാറ്റലൻ എന്ന പേരിൽ സ്പെയിനിനെ വിഭജിച്ച് ബാഴ്സലോണ ആസ്ഥാനമാക്കി ഒരു രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം ഏറെയാണ്. ബാഴ്സലോണിയയിലെ ഭൂരിപക്ഷം ജനങ്ങളും സ്വതന്ത്ര കാറ്റലൻ രാഷ്ട്രം ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് കാനഡയിലെ ഏറ്റവും കുറഞ്ഞത് 10 പ്രവിശ്യകളെങ്കിലും സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരം വിഘടനവാദികൾ ഇല്ലാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. പലപ്പോഴും ഇത്തരം പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുകയും വിഭജനവാദം ചിലയിടങ്ങളിലെങ്കിലും അംഗീകരിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ പൊതുവെ വിഘടനവാദികളോട് വിട്ടുവീഴ്ച വേണ്ട എന്നതാണ് ലോകത്തിന്റെ നയം. ലോകത്താകെയുള്ള 195 രാജ്യങ്ങളിൽ അതിൽ 2 രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണ രാജ്യ പദവിയില്ല, ഫലസ്തീനും വത്തിക്കാനും. 191 രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഈ ഐക്യരാഷ്ട്രസഭാ സംവിധാനം പലപ്പോഴും വിഘടനവാദത്തോട് വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സോമാലിലാൻഡ് എന്ന രാജ്യം 34 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടും അവർക്ക് സ്വന്തമായ കറൻസിയും സ്വന്തമായ ഭരണാധികാരികളും സ്വന്തമായ പോലീസും ഒക്കെ ഉണ്ടായിട്ടും ലോകരാജ്യങ്ങൾ അതിന് അംഗീകാരം കൊടുക്കാത്തത്. വാസ്തവത്തിൽ സോമാലിലാൻഡ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജ്യമാണ്. ബ്രിട്ടീഷുകാർ കോളനി വാഴ്ച അവസാനിച്ചു പോയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതാണ് സോമാലിലാൻഡിനെ. എന്നാൽ അക്കാലത്ത് സോമാലിയയോട് ചേർന്ന് മതി ഒറ്റ രാജ്യം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് സോമാലിയ എന്ന രാജ്യം സോമാലിലാൻഡിലെ ജനങ്ങളോട് വിവേചനം കാട്ടിയതോടെ വിഘടന പ്രക്ഷോഭം ആരംഭിക്കുന്നു. 91 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ വർഷം 34 ലോകത്തെ ഒരു രാജ്യവും സോമാലിലാൻഡിനെ അംഗീകരിച്ചില്ല. സോമാലിലാൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായി, എന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയില്ലാതെ മുമ്പോട്ട് പോവുകയാണ്. അവിടെയാണ് നാടകീയമായ പിന്തുണ പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗപ്രവേശം ചെയ്തത്. ഇന്നലെ രാത്രി നെതന്യാഹു ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾ സോമാലിലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു, അവരുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നു, അവിടെ ഞങ്ങളുടെ എംബസിയും മറ്റും ആരംഭിക്കും, അവർക്ക് ഞങ്ങളുടെ രാജ്യത്തും പ്രവർത്തിക്കാം. സോമാലിലാൻഡിന്റെ പ്രധാനമന്ത്രിയെ ഇസ്രായേലിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ മൗനം പാലിക്കുമ്പോൾ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സോമാലിയയും തുർക്കിയും ഒക്കെ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തി. ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. സോമാലിയ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തി. വിചിത്രമായ സംഗതി അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോമാലിലാൻഡിനെ അംഗീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഇതുവരെ സോമാലിലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല. വളരെ തന്ത്രപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാടകീയമായി സോമാലിലാൻഡിനെ അംഗീകരിച്ചത്. സോമാലിയയും സോമാലിലാൻഡും ഒക്കെ 99% മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ്. അവിടെ ജനാധിപത്യമുണ്ടെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എന്ന നിലയിലാണ് ഭരണം മുമ്പോട്ട് പോകുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പഴയ ബ്രിട്ടീഷുകാരുടെ തന്ത്രം തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത്. നെതന്യാഹു അതിന് ന്യായമായി പറയുന്നത് എബ്രാഹിം അക്കോർഡ്സ് അനുസരിച്ച് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മറ്റ് രാജ്യങ്ങളുമായി ഇസ്രായേലിന് സഹകരണത്തിനുള്ള സാധ്യത തുറന്നിട്ടതിനാൽ അതിൽ തെറ്റൊന്നുമില്ലെന്നാണ്.
ബഹ്റൈനുമായും സൗദി അറേബ്യയുമായും UAEയുമായും ഒക്കെ ഇസ്രായേൽ സഹകരണം ആരംഭിച്ചത് എബ്രാഹാം അക്കോർഡ് അനുസരിച്ചാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് തങ്ങൾ സോമാലിലാൻഡിനെ അംഗീകരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആഫ്രിക്കൻ യൂണിയൻ അതിശക്തമായി പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള ആഫ്രിക്കൻ യൂണിയന്റെ സമീപനത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് എതിരായി ഫലസ്തീന്റെ പേര് പറഞ്ഞ് ഹമാസിനെ പിന്തുണച്ച ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു വിമാനം നിറയെ ഗാസക്കാരെ കയറ്റി അയച്ച് ഇസ്രായേൽ പ്രതികാരം വീട്ടിയത്. ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് സോമാലിലാൻഡിന് അനുമതി കൊടുക്കുന്നതും. മാത്രമല്ല, ഫലസ്തീന്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ അതിന് അനുമതി കൊടുത്തിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയും ഫലസ്തീനിലെ ജനങ്ങളെ കുടിയിറക്കി അവിടെ ഒരു പശ്ചിമേഷ്യൻ റിവീറ ഉണ്ടാക്കുക എന്ന ആശയത്തിനാണ്. ഇസ്രായേൽ നേരത്തെ തന്നെ പദ്ധതിയിടുന്നത് ഫലസ്തീനിലെ, പ്രത്യേകിച്ച് ഗസയിലെ ജനങ്ങളെ മുഴുവനായി അവിടെ നിന്നും ഇറക്കി മറ്റൊരു രാജ്യത്തേക്ക് പുനരധിവസിപ്പിക്കുകയാണ്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ ഗസയിലെ ജനങ്ങളെ കൊണ്ടുപോകാനുള്ള ആലോചനയുമായി ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ രാജ്യങ്ങളൊക്കെ അതിന് നഖശിഖാന്തം എതിർത്തു. ഇന്തോനേഷ്യ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്ക് ഫലസ്തീനികളെ കുടിയിറക്കാനായിരുന്നു മറ്റൊരു നീക്കം. അതൊന്നും വിജയം കാണാതെ വന്നതോടെ ആഫ്രിക്കയിലെ സോമാലിലാൻഡിനെ സ്വതന്ത്രമാക്കി അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് ഗാസക്കാരെ അങ്ങോട്ട് മാറ്റാനുള്ള ഗൂഢാലോചനയുടെ നീക്കമാണിതെന്ന് അൽ ജസീറയെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലോ സോമാലിലാൻഡോ ഇതേക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അത്തരമൊരു പ്രപ്പോസലും ഇസ്രായേൽ മുമ്പോട്ട് വെച്ചിട്ടില്ല എന്നാണ് സോമാലിലാൻഡിന്റെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. എന്തായാലും ഇസ്രായേലിന്റെ ഈ നീക്കത്തിന്റെ പിന്നിൽ വ്യക്തമായ പല കാരണങ്ങളുണ്ടെന്നും അതിനെ പതിയെ പതിയെ അമേരിക്ക അംഗീകരിക്കുന്ന നിലപാടായിരിക്കും എടുക്കുന്നതെന്നും ഇപ്പോൾ അമേരിക്ക പുറത്തു കാണിക്കുന്ന എതിർപ്പിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുമാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അമേരിക്കയും ഇസ്രായേലും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന അധിനിവേശവും യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണവുമൊക്കെ സോമാലിലാൻഡിലെ ഇസ്രായേൽ താൽപ്പര്യത്തിന്റെ പിന്നിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. സോമാലിലാൻഡ് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെ സ്വാധീനമുള്ള ഇടമാണ്. ജബൂട്ടിയുടെയും എത്യോപ്യയുടെയും അതിർത്തി പങ്കിടുന്ന സോമാലിലാൻഡിന് ചെങ്കടലുമായി ബന്ധമുണ്ട്. മാത്രമല്ല, നീണ്ടു നിവർന്നു കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും സോമാലിലാൻഡിന്റെ അതിർത്തിയാണ്. അത്തരം തന്ത്രപ്രധാനമായ ഒരിടത്ത് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ യമനെ നിയന്ത്രിക്കാൻ, ഹൂത്തികളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആശയം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോമാലിലാൻഡ് ആസ്ഥാനമാക്കി ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിക്കുമെന്നും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേൽ പൊതുവെയും യമന്റെ മേൽ വിശിഷ്യയും സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നും ഇസ്രായേൽ കണക്കാക്കപ്പെടുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തീർത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് ഹൂത്തികളാണ്. ഹൂത്തികളെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ചെങ്കടലിനോട് ചേർന്ന് സോമാലിലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ മൂലകാരണം. എന്തായാലും ഇസ്രായേൽ അപ്രതീക്ഷിതമായി സോമാലിലാൻഡിന് പിന്തുണ കൊടുത്തതോടെ സോമാലിലാൻഡിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പെരുകുമെന്ന് കണക്കാക്കപ്പെടുന്നു. സൗദി അറേബ്യയ്ക്കും UAEക്കുമൊക്കെ മനസ്സുകൊണ്ട് ഇസ്രായേലിന്റെ നീക്കത്തോട് പിന്തുണയ്ക്കാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. യമനും ഹൂത്തികളുമൊക്കെ സൗദിയുടെയും UAEയുടെയും ശത്രുക്കളാണ്. യമനെയും ഹൂത്തികളെയും നേരിടാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ UAEക്കും സൗദി അറേബ്യയ്ക്കും കഴിയില്ല എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണം. എന്തായാലും സോമാലിലാൻഡ് എന്ന രാജ്യത്തിന് അംഗീകാരം കൊടുക്കുന്ന ആദ്യ രാജ്യമായി ഇസ്രായേൽ മാറുമ്പോൾ നാളെ മറ്റു രാജ്യങ്ങളുടെ നിലപാടറിയാൻ ലോകം കാത്തിരിക്കുകയാണ്.